അകാല മരണം എന്താ കാരണം? പലർക്കും അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ അകാല മരണം സംഭവിക്കുന്നത്. അതിനെ ഭയപ്പെടുന്ന വ്യക്തികളുണ്ട്. കുടുംബത്തിൽ അകാല മരണം സംഭവിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. എന്താ കാരണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. വചന വെളിച്ചത്തിൽ നമുക്കൊരു 3 ഗണം കാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈയിടെ ഒരു ഇൻഫർമേഷൻ വാട്സപ്പിൽ വന്ന ഒരു ഇൻഫർമേഷൻ കാണുകയുണ്ടായി. ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ചില മെഡിസിൻസ് ഉണ്ട്, മരുന്നുകൾ ഓവർ ദ കൗണ്ടർ. ചിലതിൻ്റെയൊക്കെ പേരും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ മരുന്നുകൾ അകാല മരണം സമ്മാനിക്കാം. അതൊന്നും അറിയാതെ ഡെയിലി അതെല്ലാം എടുത്ത് കഴിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ, അത് അവരുടെ പഠന വെളിച്ചത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യം. ദൈവമക്കളായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വചന വെളിച്ചത്തിൽ 3 ഗണം കാരണങ്ങളുണ്ട് അകാല മരണം വരുത്തുന്ന കാരണങ്ങൾ. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പാപസുഖം. അത് ശ്രദ്ധയില്ലാതെ ജീവിച്ച് ആ പാപസുഖത്തിന് മുഴുകി ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. അവർ പോകുന്നത് അകാല മരണത്തിലേക്കാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഫുഡാണെങ്കിലും അവർക്ക് എപ്പോഴും ടേസ്റ്റി ഫുഡ്, ആവശ്യത്തിൽ ഏറെ അവർക്ക് കഴിക്കണം. ഇതെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന അങ്ങോട്ട് അകാല മരണത്തിലേക്ക്. ഒരു മദ്യപാനി സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ അന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് 30-32 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, തൊടാൻ പോലും പറ്റത്തില്ല. ഞാനിനി കുടിക്കാതിരുന്നാലും അധികം നാൾ ജീവിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരായുസിനുള്ളതെല്ലാം ഇതിനോടകം ഞാൻ കുടിച്ചു കഴിഞ്ഞു. പറയുണ്ട് ഡോക്ടർമാർ പോലും കൈവിട്ട ഒരു കേസ്. ഇത്രയും ചെറുപ്പത്തിൽ മരിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ഈ അകാല മരണത്തിന് കാരണം എന്താ? അദ്ദേഹത്തിന് തന്നെ ശ്രദ്ധയില്ലായ്മ. പാപസുഖത്തിൽ മുഴുകി ജീവിച്ചത് മൂലം വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 32:1 മുതൽ വായിച്ചാൽ പാപസുഖം നമ്മെ രോഗിയാക്കി മാറ്റും. ശരീരം ക്ഷയിച്ചു പോകുന്നതിനെക്കുറിച്ച്, ആരോഗ്യം നഷ്ടമാകുന്നതിനെക്കുറിച്ച്, രോഗം പിടിപെടുന്നതിനെക്കുറിച്ചെല്ലാം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പാപസുഖം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണം സമ്മാനിക്കുന്ന, അകാല മരണം സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് പാപം എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ദൈവസ്തുതി ആരാധനയുടെ അഭാവം. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, അതിനെക്കുറിച്ച് തെറ്റായ ചിന്തകളുള്ള വ്യക്തികളുണ്ട്. ഇങ്ങനെയൊക്കെ ഒച്ചയും ബഹളം വെച്ച് സ്തുതിക്കുന്നത്? ഈ പന്തക്കുസ്താക്കാർ കാണിക്കുന്നത് പോലെ ഇങ്ങനെ സ്തുതിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കത്തോലിക്കരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും പന്തക്കുസ്താ സമൂഹത്തിൽപ്പെട്ടവര് അവർ ചെയ്യുന്നത് വചനത്തിൽ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 66:1 മുതൽ വായിക്കുമ്പോൾ, ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക. സന്തോഷത്തോടെ ചെയ്യണം, ഉച്ചത്തിൽ ചെയ്യണം. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. കത്തോലിക്കരായി നമ്മുടെ ബൈബിളിനകത്തുള്ള കാര്യമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുക. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 25-26 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കണം. ദൈവം ഒരു കൽപ്പന പോലെ നൽകിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ ആരാധിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ രോഗികളായിട്ടുള്ളവരെ സുഖപ്പെടുത്തും. വന്ധ്യതയോ അകാല മരണമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല. അപ്പൊ ഈ സ്തുതി ആരാധന അകാല മരണത്തെ തടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കും. അതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ കൂടി വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ആരെല്ലാമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? പുറപ്പാട് 10-ാം അധ്യായം 9-ാമത്തെ വചനം, വൃദ്ധരും ശിശുക്കളും എല്ലാവരും കർത്താവിനെ സ്തുതിക്കണം. യുവജനങ്ങളും വൃദ്ധരും ശിശുക്കളും എല്ലാവരും കർത്താവിനെ സ്തുതിക്കണം. ആരും അതിനകത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. സങ്കീർത്തനം 148 വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗം പറയുന്നത്, ഭൂമിയിലുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും വൃദ്ധരും ശിശുക്കളും സകലരും കർത്താവിനെ സ്തുതിക്കട്ടെ. ആ ദൈവസ്തുതി നമുക്കൊരുപാട് സംരക്ഷണം തരും. അകാല മരണത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും എന്നുള്ളത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എങ്ങനെയെല്ലാം കർത്താവിനെ സ്തുതിക്കണം? സങ്കീർത്തനം 47:7 സങ്കീർത്തനം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. അതുപോലെ തന്നെ 2 സാമുവേൽ 16:16 മുതൽ നൃത്തം ചെയ്ത് കർത്താവിനെ സ്തുതിക്കുക. സങ്കീർത്തനം 150 5-ാമത്തെ വചനം, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുക. ധ്യാനത്തിനിടയ്ക്ക് പോലും ഞാൻ കണ്ടിട്ടുണ്ട് ചിലര് കൈയടിക്കുന്നത് അരിയുണ്ട ഉണ്ടാക്കിയിട്ട് അതിന്റെ അവസാനത്തെ ഫിനിഷിങ്ങിന് കൈക്കകത്ത് വെച്ച് ഉരുട്ടും പോലെയാണ്. അതല്ല, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 33:3 അവിടെ പറഞ്ഞിട്ടുണ്ട്, വാദ്യോപകരണങ്ങളോടെ കർത്താവിനെ സ്തുതിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്
ആർപ്പ് വിളിച്ച് കർത്താവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതും ദൈവവചനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഗണം പാപം. അകാല മരണം സമ്മാനിക്കുന്ന മൂന്നാമത്തെ ഗണം പാപം അറിയാൻ സുഭാഷിതങ്ങൾ 14:30 പ്രഭാഷകൻ 1:22 വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അസൂയ, കോപം, ഉത്കണ്ഠ. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ആയുസ് വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ 30-ാം 24 വചനം വായിച്ചാലും ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 1:22 വായിക്കുമ്പോൾ ഈ അനീതിയായ കോപം ഒരുപാട് നാശം വിതയ്ക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 16:25 മുതൽ വായിക്കുമ്പോൾ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുന്ന നാശം അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ അകാല മരണം സംഭവിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അകാല മരണം, ഭയം, വേദന എന്നിവയുടെ ആ ഒരു പിടിയിൽ അമർന്നിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.